ഇപ്പോൾ പൊതുപ്രവർത്തകനായ ശ്രീ സെയ്ദ് അലി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സെയ്ദ് അലി, ചൂർണിക്കരയിലാണ് ഇത്തരത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള CPM ഓഫീസ് നിർമ്മിക്കാനുള്ള പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെയൊക്കെ ചുവപ്പ് നാടയിൽ കുരുക്കി ജീവിതം വഴിമുട്ടിക്കുന്ന CPM ആണ് ഇത്തരത്തിൽ വയൽ നികത്തിയ വയൽ ഭൂമിയിൽ തന്നെ ഇരുനില കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. അതെ, ഇത് REV P1 77/2020 എന്ന് പറഞ്ഞ കേരള സർക്കാരിന്റെ സർക്കുലർ പ്രകാരം തണ്ണീർത്തട ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ റെസിഡൻഷ്യൽ പർപ്പസിന് മാത്രമേ 2008 മുൻപേ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള ഭൂമി 2010 ശേഷമാണ് ഭൂമി എടുത്തിട്ടുള്ളത്. അതും കൊമേഴ്സ്യൽ പർപ്പസിനാണ് നിർമ്മിച്ചത്. ഇത് നിയമവിരുദ്ധമാണ്. ഹലോ, കേൾക്കാം ശ്രീ സെയ്ദ് അലി, പറഞ്ഞോളൂ. ഈ തണ്ണീർത്തട ഡാറ്റാ ബാങ്കിലെ സംരക്ഷിക്കേണ്ട ഭൂമി 2008 നിയമം കൊണ്ടുവന്നത് തന്നെ അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. സംരക്ഷിക്കപ്പെടേണ്ട ആളുകളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ സംരക്ഷിക്കേണ്ടതും നടപ്പാക്കേണ്ട ആളുകളാണ്. അവര് തന്നെയാണ് ക്രമവിരുദ്ധമായിട്ട് തെറ്റായ രീതിയിൽ നടപ്പാക്കുന്നത്. സെയ്ദ് അലി, ഒരു കാര്യം, ഇത് കൃത്യമായി വയൽഭൂമിയാണ് എന്നുള്ളത് അറിയാം, പഞ്ചായത്തിനും ആ ബോധ്യമുണ്ടല്ലോ. എന്നിട്ടും നിർമ്മാണ അനുമതി നൽകുന്നത് രാഷ്ട്രീയ സ്വാധീനം എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ? രാഷ്ട്രീയ സ്വാധീനം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, റവന്യൂ വകുപ്പ് ഇതിന് കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുമാണ്. സാധാരണഗതിയിൽ പ്രദേശവാസികളിൽ നിന്ന് ഇതിനെതിരെ എതിർപ്പുണ്ടാകേണ്ടതല്ലേ? എന്തുകൊണ്ട് അത്തരം സമരമുഖങ്ങളിലേക്ക് കടന്നില്ല? ഉന്നത രാഷ്ട്രീയ പാർട്ടികളുടെ ബലവും ശക്തിയും വെച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടാനുള്ള അസൗകര്യമുണ്ട്. എന്നാൽ നിയമപരമായ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ ക്രമവിരുദ്ധമായി ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടും അതിൽ നടപടി സ്വീകരിക്കാത്തത് അവര് ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ശരി.